എറണാകുളം മഹാരാജാസ് കോളേജിലെ ഹോസ്റ്റലിന് മുന്നിലെ മരത്തിൽ കൂറ്റൻ പെരുമ്പാമ്പ്. ഇന്ന് രാവിലെയോടെയാണ് പെരുമ്പാമ്പിനെ കണ്ടത്. വനംവകുപ്പും പോലീസും സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, 9 മണി മുതൽ ഇദ്ദേഹം ഇങ്ങനെ ഉയരങ്ങളിൽ കയറി ഇരിക്കുകയാണ്. ഇതുവരെ ഒന്ന് താഴേക്ക് കൊണ്ടുവരാനോ പിടിക്കാനോ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അതിന് വലിയ സജ്ജീകരണവും ആവശ്യമാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാധു, ഇപ്പോഴും ആ വിദ്വാൻ അവിടെ അത്യുന്നതങ്ങളിൽ തന്നെ തുടരുകയാണ്. താഴേക്ക് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. ഇപ്പോൾ ഏതായാലും ആളുകളെല്ലാം കൂടിയതോടുകൂടി ആളൊന്ന് ഇരുന്ന് നല്ല നല്ല പോസുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വായ പൊളിച്ചും ആ മരത്തിലെല്ലാം ചുറ്റിപ്പിണഞ്ഞൊക്കെ ഗംഭീരമായിട്ടുള്ള പോസുകളിലൊക്കെയാണ് ഇപ്പോൾ ആൾ തുടരുന്നത്. ഏതായാലും പാമ്പിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെ ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഇപ്പോൾ പ്രാഥമികമായി ഇപ്പോൾ അവരുടെ ഒരു പദ്ധതി പ്രകാരം അവർ ആദ്യം ഈ വെള്ളം പമ്പ് ചെയ്ത് മുകളിലേക്ക് പമ്പ് ചെയ്ത് ആ പാമ്പിനെ താഴേക്ക് ചാടിക്കാനുള്ള ശ്രമമാകും ഫയർഫോഴ്സ് നടത്തുക. പക്ഷേ അതിന് തന്നെ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പാമ്പ് താഴേക്ക് വീഴുമ്പോൾ അതിന് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ളതിനാൽ തന്നെ അവർ അത് വനം വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തിയതിനു ശേഷം മാത്രമേ ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ വനംവകുപ്പ് ഇവിടെ എത്തി അവർ ഇവിടുന്ന് മടങ്ങിയിരുന്നു. ഇപ്പോൾ മലയാറ്റൂരിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അധികം താമസിയാതെ തന്നെ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം ഇവിടെ ഫയർഫോഴ്സിൻ്റെ ഹോസിൽ നിന്നും അത് വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്ത് അങ്ങനെ ആ പാമ്പിൻ്റെ ഗ്രിപ്പ് അവിടെ നിന്ന് വിടിച്ച് പാമ്പിനെ താഴെ ഇറക്കാനുള്ള ശ്രമമായിരിക്കും ആദ്യം ഫയർഫോഴ്സ് പരീക്ഷിക്കുക. അത് ഒരു ഘട്ടത്തിൽ വിജയിച്ചില്ല എങ്കിൽ മാത്രം ഇത് ലാഡർ മുകളിലേക്ക് വെച്ച് അതിൽ നിന്ന് മുകളിലോട്ട് കയറി അങ്ങനെ പിടികൂടാനുള്ള ശ്രമം നടത്തും. അത് ഈ ആദ്യത്തെ ശ്രമം വിജയിച്ചില്ലെങ്കിൽ മാത്രമായിരിക്കും അത്തരം ഒരു കാര്യത്തിലേക്ക് ഫയർഫോഴ്സ് നീങ്ങുക. ഏതായാലും ഇപ്പോൾ ഇവിടെ നേരത്തെ TJ വിനോദ് MLA അടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു. 9 മണിയോടുകൂടി ഈ ഒരു നഗരത്തിൻ്റെ ഹൃദയത്തിൽ ഒരു അറിയാം കൊച്ചി സിറ്റി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ആ ഒരു ഹൃദയത്തിലാണ് ഇപ്പോൾ ഈ ഒരു മരത്തിൽ മലമ്പാമ്പിനെ കാണുന്നത്. 9 മണി കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും മണിക്കൂർ പിന്നിട്ടിട്ടും ആ പാമ്പിനെ പിടികൂടാനോ അല്ലെങ്കിൽ അത്തരമൊരു തരത്തിലുള്ള ജോലികളിലോട്ട് കടക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ പക്ഷേ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഉണ്ടാവില്ല അല്ലേ? പക്ഷേ ഈ സംഭവം കേട്ടറിഞ്ഞ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ടോ? കേട്ടറിഞ്ഞ് ധാരാളം ആളുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആ ഒരു വലിയ ഗതാഗത തടസ്സം തന്നെ ഒരു മേഖലയിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ ലൈവ് ചെയ്യുമ്പോഴെല്ലാം കണ്ടതാണ് ധാരാളം വാഹനങ്ങൾ. ഇപ്പോഴും വാഹനങ്ങൾ ഇവിടെ പാതയോരത്തെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റോഡിന് പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് എറണാകുളത്തപ്പൻ അമ്പലത്തിൻ്റെയും അതുപോലെ തന്നെ മഹാരാജാസിൻ്റെ എല്ലാം മുന്നിലൂടെ പോകുന്ന മറൈൻ ഡ്രൈവിന് സൈഡിലൂടെ പോകുന്ന ഏറെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് ബസ് റൂട്ട് അടക്കമുള്ള ഒരു വലിയ ഏരിയയാണ്. അപ്പോൾ അവിടെ ആ തരത്തിലുള്ള വലിയ ഗതാഗതക്കുരുക്ക് ആയിട്ടുണ്ട്. ചേട്ടാ, പാമ്പ് കണ്ടിട്ട് വന്നു? കണ്ട് പാമ്പിന് ഞാൻ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതാ. ഞാനൊന്ന് തോപ്പുംപടി വഴി 10:30 പോയതാ. അപ്പൊ കയറി പോയതാണ്. അത് ഇപ്പൊ വരെ അവിടെ ഇരിപ്പുണ്ട്. എല്ലാ ആളുകൾ കൂടിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ എനിക്കൊരു ഭരണാവശ്യമുള്ള ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ നോക്കിയത് അപ്പോഴും റെസ്ക്യൂ ചെയ്തിട്ടില്ലല്ലോ ഞാൻ. ധാരാളം ആളുകൾ ഇപ്പോൾ നേരത്തെ ഈ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഇവിടുന്ന് 10:30 മണിക്ക് ഇവിടുന്ന് പാസ് ചെയ്ത് പോയതാണ്. പക്ഷേ അപ്പോൾ ഇത്രയും ആളുണ്ടായിരുന്നില്ല. അതിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പാമ്പിനെ കണ്ടോ? ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങിയതാ. അപ്പൊ കണ്ടോണ്ട് പെട്ടെന്ന് ഓടി വന്നതാ. TV തുറന്നപ്പോൾ ന്യൂസ് കണ്ടോണ്ട് ഓടി വന്നതാ. ഞാൻ ഡോക്ടറെ കാണാൻ വന്നു. പക്ഷേ ഞാൻ ഇത് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇത് കണ്ടിട്ട് മതി. ഇത് കണ്ടിട്ടേ ഡോക്ടറെ കാണുന്നുള്ളൂ. അത് മതി, കുഴപ്പമില്ല. ഡോക്ടറെ നാളെയും കാണാമല്ലോ, കുഴപ്പമില്ല. ഉണ്ട്, എന്നാലും ഇതിനെ പിന്നെ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് കണ്ടിട്ടേ ഉള്ളൂ. ഏതായാലും ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. കൊച്ചുകുട്ടികൾ ഇപ്പോൾ നമുക്കറിയാം മറൈൻ ഡ്രൈവിലും സുഭാഷ് പാർക്കൊക്കെ അടുത്തുള്ളതുകൊണ്ട് അവിടേക്ക് വിനോദസഞ്ചാരത്തിനും മറ്റുമായി വന്നിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളടക്കം ഇപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് പ്രകാരം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൊച്ചുകുട്ടിയൊക്കെ കൂടി എത്തിയിട്ടുണ്ട്. ചേച്ചി, പാമ്പിനെ കാട്ടിയോ? ആദ്യമായിട്ടാണോ നേരിട്ട് കാണുന്നത്? ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഒരു അങ്ങനെ ഒരുപാട് ആളുകൾ ഈ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഫയർഫോഴ്സ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നേരത്തെ നമ്മുടെ അടുത്ത് ഈ സർപ്പ വോളണ്ടിയർ ആയിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ഉയരം ഉള്ളതാണ് ഇതിൻ്റെ ഒരു പ്രതിസന്ധിയായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചത്. ഏതായാലും ഇനിയിപ്പോൾ മണിക്കൂർ എത്ര സമയം എടുക്കുമെന്നുള്ളതിൽ ഒരു തീർച്ചയല്ല. ഇവർ വന്ന് ഇവിടുത്തെ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തിയ ശേഷം മാത്രമാകും ഈ ഒരു പാമ്പിനെ പിടികൂടാനുള്ള ശ്രമത്തിലേക്ക് കടക്കുക. ഇത് എങ്ങനെ ഇവിടെ എത്തിയത് എന്നുള്ളതിൽ ഒരു വലിയ ചോദ്യം നിൽക്കുന്നുണ്ട്, വലിയ ആശങ്കയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്
നിൽക്കുന്നത് പ്രീ മെട്രിക് SC/ST വിഭാഗത്തിന്റെ ഒരു ഹോസ്റ്റൽ പരിസരമാണ്. അവിടെ നിൽക്കുന്ന ഒരു പടുകൂറ്റൻ മരത്തിലാണ് ഇപ്പോൾ ഒരു മലമ്പാമ്പിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികളെല്ലാം നടക്കുന്ന ഒരു ഇടമാണ്. മുന്നേയും ഇത്തരത്തിൽ പാമ്പിനെ കണ്ടു എന്നുള്ള തരത്തിലുള്ള ഒരു അഭിപ്രായമെല്ലാം ഇവിടെ പരിസരത്തുള്ള ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ കാണുമ്പോൾ അത് ഒരു തരത്തിൽ ഈ ആളുകൾ തിങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ളവർ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഇങ്ങനെ മലമ്പാമ്പിനെ കാണുന്നത് ചെറിയ ആശങ്ക ഉണ്ടാകുന്നപ്പോൾ അതിനുവേണ്ട നടപടികളും സ്വീകരിക്കണം. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു സ്വകാര്യ ഹോട്ടലുണ്ട്. അതുപോലെ KCBയുടെ കെട്ടിടമാണ് ഇതിന്റെ ഒരു വശത്തുള്ളത്. മുൻപിൽ വലിയ റോഡ്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പോർട്രസ്റ്റിന്റെ ഒരു ഇന്നോർ ടാങ്കർ ബെർത്ത് ഉണ്ട്. അത്തരത്തിൽ വലിയ സജീവമായിട്ട് ഏത് സമയവും സജീവമായി നിൽക്കുന്ന ജനങ്ങൾ എപ്പോഴും പെരുമാറുന്ന ഒരു ഇടമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പാമ്പ് ഈ ഒരു പ്രദേശത്ത് വന്നത് എങ്ങനെയാണെന്നുള്ളൊരു ആശങ്കയും ആയി ഇത് ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. കാരണം വലിയ കാടുള്ള മേഖലയാണ്. അപ്പോൾ ഇത് വെട്ടിത്തെളിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം. നേരത്തെ TJ വിനോദ് ഇവിടെ സ്ഥലം സന്ദർശിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ അതിന് വേണ്ട നടപടികൾ ചെയ്യുമ്പോൾ പ്രാഥമികമായി ഇതിനെ പാമ്പിനെ TJ വിനോദിന്റെ പ്രതികരണം കൂടി കാണാം. അങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ പാമ്പ് നിലത്തേക്ക് പെട്ടെന്ന് വീണ് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രസൻസിൽ ചെയ്യണം. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 1/4 മണിക്കൂറിന് അവിടെ എത്തുമെന്നാണ് കളക്ടർ പറഞ്ഞത്. അപ്പോൾ അവരുടെ പ്രസൻസിൽ അത് ചെയ്യാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഗൗരവമായ അന്വേഷണം നടത്താം. കാരണം സിറ്റിക്കകത്ത് ഇത് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഗൗരവമായി കാണണം.